ഒരു കുക്കിംഗ് റെസിപ്പി നോക്കിയാൽ അതിലെ കുക്കിങ്ങിൻ്റെ സ്റ്റെപ്പിനോടൊപ്പം തന്നെ ചില സൈഡ് നോട്ട്സ് കാണാറില്ലേ? ലൈക്ക് സോൾട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം, അല്ലെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം, ഇങ്ങനെയൊക്കെ. അതായത് കുക്കിങ്ങിൻ്റെ മെയിൻ സ്റ്റെപ്പിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, എന്നാൽ അത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചില സൈഡ് നോട്ട്സ് അല്ലെങ്കിൽ കമൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പൈത്തണിലും നമുക്ക് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ ബാധിക്കാത്ത തരത്തിൽ, എന്നാൽ അത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന പോലെ ചില കമൻസ് എഴുതി വയ്ക്കാൻ പറ്റും. സോ എങ്ങനെയാണ് പൈത്തണിൽ കമൻസ് എഴുതാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ്. അപ്പോൾ ഞാൻ ഒരു സാമ്പിൾ പ്രോഗ്രാം എഴുതാനായിട്ട് പോവാണ്. ജസ്റ്റ് ഒരു പ്രിൻ്റ് ഹലോ എന്നൊരു പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഈ പ്രോഗ്രാമിൽ ഒരു കമൻറ്റ് ആഡ് ചെയ്യണം. സോ ഞാൻ ദിസ് ഈസ് എ കമൻറ്റ് എന്ന് പറഞ്ഞൊരു ലൈൻ വെറുതെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കമൻ്റ് ആണെന്ന് പൈത്തണിന് മനസ്സിലാവണമെങ്കിൽ ഞാൻ അത് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഹാഷ് സിമ്പലും കൂടി ആഡ് ചെയ്യണം. ഞാൻ ഹാഷ് കൊടുത്തിട്ട് അതിനുശേഷം ആ ലൈനിൽ എന്ത് കൊടുത്താലും പൈത്തൺ അത് കമൻ്റ് ആയിട്ട് എടുക്കുക. ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് നോക്കിയാൽ ഹലോ എന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ദിസ് ഈസ് എ കമൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് അത് ഈ പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാനത് ഹാഷ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പൈത്തൺ അത് കമൻ്റായിട്ട് എടുക്കുക, ആ കൊടുത്തിരിക്കുന്നതിനെല്ലാം ഇഗ്നോർ ചെയ്ത് കളയുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് പൈത്തണിൽ കമൻറ്റ് കൊടുക്കുക. ഞാൻ ഇനി ആ ദിസ് കഴിഞ്ഞിട്ട് ഒരു എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഇത്രയും നേരം അത് ഗ്രീൻ കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ കളർ മാറിയിട്ടുണ്ട്. അതായത് അത് കമൻ്റായിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഹാഷ് ആഡ് ചെയ്യണം. ഇങ്ങനെ എത്ര ലൈൻ ആഡ് ചെയ്യുന്നോ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഹാഷ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. സോ അതിന് വേറൊരു മെത്തേഡുണ്ട്. ഇപ്പോൾ നമ്മൾ മൾട്ടി ലൈനായിട്ടാണ് കമൻറ്റ് കൊടുക്കുന്നതെങ്കിൽ കമൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കോഡ്സ് 3 തവണ കോഡ്സ് കൊടുക്കുക. എവിടെയാണോ കമൻറ്റ് തുടങ്ങുന്നത് അവിടെ കോഡ്സ് കൊടുക്കുക. അതുപോലെ എൻഡ് ചെയ്യുന്ന എവിടെയാണോ അവിടെ 3 തവണ കോഡ്സ് കൊടുക്കുക. സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഏത് വേണം കൊടുക്കുക. 3 എണ്ണം കൊടുക്കണം. അപ്പോൾ ഞാനവിടെ ദിസ് ഈസ് എ മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 3 കോഡ്സ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. തീരുന്നിടത്ത് 3 കോഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് റൺ ചെയ്യുമ്പോൾ ഹലോ എന്ന് മാത്രമാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ഞാൻ ആ മൾട്ടി ലൈനിൽ കൊടുത്തിരിക്കുന്ന കമൻ്റ് എല്ലാം പൈത്തൺ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് മൾട്ടി ലൈൻ കമൻറ്റ് കൊടുക്കുന്നത്. ഈ കമൻറ്റ് കഴിഞ്ഞിട്ടോ അതിന് മുന്നെയോ നമുക്ക് പ്രോഗ്രാമിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വീണ്ടും ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. പ്രിൻറ്റ് വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പ്രോഗ്രാം റൺ ചെയ്താൽ ഹലോ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് ഇങ്ങനെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ആദ്യത്തെ പ്രിൻറ്റിനും അവസാനത്തെ പ്രിൻറ്റിനും ഇടയിലുള്ള ആ കമൻറ്റ് പൈത്തൺ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആ ലാസ്റ്റിലത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ പ്രോഗ്രാമിൽ ആവശ്യമില്ല. ആദ്യത്തത് മാത്രം മതിയെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് എൻഡ് ചെയ്യുന്ന ആ കോഡ്സ് ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കുക, പ്രിൻറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പ്രോഗ്രാം റൺ ചെയ്താൽ ആദ്യത്തെ പ്രിൻറ്റ് മാത്രമേ പൈത്തൺ എടുക്കുകയുള്ളൂ. ആ 3 കോഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതൊക്കെ പൈത്തൺ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൈത്തണിൽ സിംഗിൾ ലൈൻ ആൻഡ് മൾട്ടി ലൈൻ കമൻറ്റ്സ് കൊടുക്കുന്നത്. ഇനി ഈ കമൻറ്റ്സ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് പല പല യൂസസ് ഉണ്ട്. ലൈക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രോഗ്രാം കാണുന്ന ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടി, അതായത് ചില കോംപ്ലക്സ് പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ മറ്റൊരാൾ ആ പ്രോഗ്രാം കണ്ടാലും അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒരു നോട്ട് പോലെ എഴുതാറുണ്ട്. അവിടെ നമ്മൾ കമൻറ്റ്സ് യൂസ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ ലാസ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് കമൻറ്റിൽ ആഡ് ചെയ്തതുപോലെ പ്രോഗ്രാമിൽ ഏതെങ്കിലും പാർട്ട് ഒഴിവാക്കാൻ വേണ്ടി കമൻറ്റ് യൂസ് ചെയ്യാം. അതായത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് തൽക്കാലം നമുക്ക് ആവശ്യമില്ല, പക്ഷേ പിന്നീട് ചിലപ്പോൾ അത് ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയുന്നതിന് പകരം അത് കമൻറ്റ് ചെയ്തിടാം. പിന്നെ പ്രോഗ്രാം ഡീബഗ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എറർ വരുന്നു, പക്ഷേ എവിടെയാണ് എറർ എന്ന് മനസ്സിലാവുന്നില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഓരോരോ പാർട്ടായിട്ട് കമൻറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്ട് റൺ ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് പാർട്ടിലാണ് എറർ എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് പൈത്തണിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് പഠിച്ചത്. പൈത്തണിൽ എങ്ങനെയാണ് കമൻറ്റ്സ് എഴുതാം. കുഞ്ഞു ടോപ്പിക്കാണെങ്കിലും ഒരു ബിഗിനർ ഒരിക്കലും അറിയാതെ പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് പൈത്തണിലെ കമൻറ്റ്സ് എഴുതുക എന്നുള്ളത്. സോ എങ്ങനെയാണെന്ന് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.